ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ പുറത്തുനിന്നൊരു ഷോപ്പിൽ നിന്നൊരു നൈറ്റി മേടിച്ച് കഴിഞ്ഞാൽ ഷോൾഡറൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കിടക്കും. അതൊക്കെ നമ്മൾ ഓൾട്ടർ ചെയ്തെടുക്കണം. അപ്പോൾ അത് എല്ലാവർക്കും ഒന്നും അറിയാൻ പറ്റില്ല. ചിലർ ഇത്രയും നമ്മൾ കൈക്കുഴിയൊക്കെ ഇങ്ങനെ വലുതായി പോകും വെട്ടുമ്പോൾ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നമ്മൾ അതൊന്ന് കാണിച്ച് തരാമെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ ഞാനൊരു നൈറ്റി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൈ ഇങ്ങനെ അഴിച്ച് വെച്ചിരിക്കുവാണ്. അപ്പോൾ കൈ അഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ നൈറ്റിയുടെ ഷോൾഡർ കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഷോൾഡർ ഇങ്ങനെ നമ്മൾ രണ്ടായിട്ട് നമ്മളിങ്ങനെ നൈറ്റി രണ്ടായിട്ട് മടക്കിയിടുക. മടക്കിയിട്ടിട്ട് കൈക്കുഴിയെല്ലാം കറക്റ്റ് ചെയ്ത് ഇങ്ങനെ വെക്കണം. കൈക്കുഴിയൊക്കെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് ഷോൾഡറും കൈക്കുഴിയൊക്കെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് സമമാക്കി നമ്മൾ നെക്കുമൊക്കെ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ വെക്കണം. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഷോൾഡർ വെട്ടിക്കുറയ്ക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇത് ഒരു 40 സൈസൊക്കെ ഉള്ള ആളാണ്. ഇപ്പം നമ്മൾ ഇവിടുന്ന് ഷോൾഡർ ഒരു 3.5 അടയാളപ്പെടുത്താം. ഇപ്പം നല്ല തടിയുള്ള ഒരാളാണെങ്കിൽ 4 അടയാളപ്പെടുത്താം. ഇപ്പോൾ ഒരു 3.5 മതി, കറക്റ്റ് ഷോൾഡറായിട്ട് ഇരുന്നോളും. 3.5 ഇങ്ങനെ അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ അതിന് താഴേക്ക് ഒരു 7 ഇഞ്ച് ഈ അടയാളപ്പെടുത്തുക. അതായത് ഈ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് 7 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തുക. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരക്കണം. എന്നിട്ട് ഇതൊരു സ്ക്വയറായിട്ട് ഇങ്ങനെ വരക്കണം. അപ്പോൾ ഇതൊക്കെ എക്സസ് ആയിട്ടുള്ള തുണികളാണ്. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കൈക്കുഴിയൊക്കെ കൂടുതലായിട്ട് കൈക്കുഴി ഇങ്ങനെ ചുളിവൊന്നും ഇല്ലാതെ കിടക്കാൻ വേണ്ടി ഇത്രയും നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ചിലർ കട്ട് ചെയ്യുന്നത് ഇങ്ങനെ കട്ട് ചെയ്യും. അപ്പം കൈക്കുഴി ഇങ്ങനെ വലുതായി പോയി കഴിഞ്ഞാൽ ഈ സ്ലീവുമായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഇവിടം വരെ എത്തത്തില്ല. അതാണിപ്പോൾ വരുന്ന പ്രശ്നം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് ഇങ്ങനെ ഈ 7 ഇഞ്ചിൻ്റെ പകുതി വേണേൽ നിങ്ങൾ മാർക്ക് ചെയ്തോ, ചുരിദാറിനൊക്കെ മാർക്ക് ചെയ്യുന്ന പോലെ. എന്നിട്ട് നമ്മൾ കൈക്കുഴി ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ട് ചെയ്താൽ മതി. ഈ 7 ഇഞ്ച് മാർക്ക് ചെയ്താൽ അവിടേക്ക് വേണം വെക്കാൻ. ഇങ്ങോട്ടൊന്നും ചെയ്യരുത്. ഇതും കൂടി ചെയ്തത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൈക്കുഴി വലുതായി പോവും. അതുകൊണ്ടാണ്. അതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെ കട്ട് ചെയ്യണം. അപ്പോൾ ഇത് ഷോൾഡർ കട്ട് ചെയ്തേ. ഇനി നമ്മുടെ കൈക്ക് എത്ര ലെങ്ത് വേണം അത് നമ്മൾ നോക്കുക. ഇവിടെ ഈ ആൾക്ക് 6.5 ലെങ്ത് വേണ്ടത്. അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ കട്ട് ചെയ്യരുത്. ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആം ഹോളൊക്കെ ചെറുതായി പോവും. അത് ചെറുതായി കഴിഞ്ഞാൽ നമുക്കിത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പം നമ്മൾ മുകളിൽ നിന്ന് 6.5 1.5 ഇഞ്ച് തയ്യൽ തുമ്പും 8ലേക്ക് അടയാളപ്പെടുക. 6.5 8 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്താം. എന്നിട്ട് നമുക്ക് താഴെ വേണം ഇതുപോലെ കട്ട് ചെയ്യാൻ. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെൻറ്റർ നോച്ചിടുക. ഇതിങ്ങനെ മടക്കി അടിക്കണം. ഇത് മടക്കി അടിച്ച് കഴിയുമ്പോൾ ഇവിടെ ഈ നമുക്ക് 6.5 കിട്ടും. കണ്ടോ, കിട്ടും. നമുക്കിത് മടക്കി അടിക്കാം. കൈ ഇങ്ങനെ വിടർത്തിയെടുക്കുക. എന്നിട്ട് ഇങ്ങനെ രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ തന്നെ മറ്റേതും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ 2 സ്ലീവ്സും അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ ഷോൾഡർ ഒന്നുകൂടി നമ്മൾ അടിക്കണം. കട്ടായി നമുക്ക് ഇതായി പോകാതിരിക്കാൻ ഒന്നുകൂടി ഈ ഷോൾഡർ ഒന്നുകൂടി അടിച്ച് ഫിക്സ് ആക്കണം. അതിനുശേഷം നമ്മൾ ഈ കൈയുടെ സെൻറ്ററിൽ നിന്ന് തന്നെ എല്ലാം ചെയ്യുന്ന പോലെ തന്നെ സെൻറ്ററിൽ നിന്ന് തന്നെ നമ്മളിങ്ങനെ തുടങ്ങണം.
കൈ. എന്നിട്ട് ഇത് എവിടെ അവസാനിക്കുന്ന അവിടെ നിർത്താം. ഈ കണ്ടോ, ഇങ്ങനെ സെൻറ്ററിൽ നിന്ന് തുടങ്ങി കൈ വലിക്കുകയൊന്നും ചെയ്യരുത്, നമ്മളിങ്ങനെ റിലീസായിട്ട് വെച്ചാൽ മതി. ഇങ്ങനെ അടിച്ചു കൊണ്ടുവന്ന് ഇവിടെ തന്നെ നിർത്തണമെന്നില്ല, ഇതെവിടെ അറ്റം നിൽക്കുന്നു അവിടെ നമ്മൾ അടിച്ച് നിർത്താം. ഇതേ കണ്ടോ, ഇത് കഴിഞ്ഞത് ഇവിടം വരെയൊക്കെ വരുന്നുണ്ട്. അത് തീരുന്നിടം വരെ ഇങ്ങനെ അടിച്ചോ. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഇതുപോലെ അടിച്ചെടുക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ എനിക്ക് ഇനിയും വീഡിയോകൾ ചെയ്യാൻ തോന്നുകയുള്ളൂ. ഇനി ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്യാം, സമയം കിട്ടുന്ന പോലെ ചെയ്യുന്നുണ്ട്. അപ്പം ഇതുപോലെ നമ്മളിങ്ങനെ 2 സ്റ്റിച്ച് കൊടുക്കണം. ഇതുപോലെ തന്നെ സെയിം ആയിട്ട് നമുക്ക് അപ്പുറത്തെ കൈ അടിച്ചെടുക്കാം. ഇതുപോലെ സെൻറ്ററിൽ നിന്ന് തന്നെ ഇതുപോലെ തുടങ്ങുക. അടുത്ത കൈയാണ് ഇങ്ങനെ സെൻറ്ററിൽ നിന്ന് തുടങ്ങി എവിടെയാണോ നമ്മുടെ ഈ കൈയുടെ ഇത് തീരുന്നത് അവിടം വരെ അടിച്ചോ. നമ്മൾ കട്ട് ചെയ്ത് അവിടം കഴിഞ്ഞിട്ടും തുമ്പുണ്ടെങ്കിൽ അവിടം വരെ നമ്മൾ അടിച്ചോണം, എന്നാലേ നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ കൈക്കുഴി വലുതാക്കി വെട്ടിയിട്ട് കാര്യമില്ല. കൈക്കുഴി വലുതാക്കി വെട്ടുകയും വേണ്ട, തുമ്പ് എവിടം വരെ കിട്ടും അവിടം വരെ അടിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വണ്ണത്തിൽ നമുക്ക് തുണിയൊക്കെ കറക്റ്റായിട്ട് നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കൈക്കുഴിയൊക്കെ വലുതായി പോയി കഴിഞ്ഞെന്നാൽ പിന്നെ നിങ്ങൾക്ക് തുമ്പെത്താതെ വരും, പിന്നെ വണ്ണം അഡ്ജസ്റ്റ് ചെയ്യാതെ നമുക്ക് പിന്നെ ഇടാൻ പറ്റാത്ത പരുവമൊക്കെ ആയിപ്പോവും. എല്ലാവർക്കും നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് പിന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കടയിലൊന്നും കൊടുക്കാതെ നൈറ്റിയൊക്കെ തനിയെ സ്റ്റിച്ച് ചെയ്തെടുക്കാമല്ലോ. ഓണം ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേക്കും സ്റ്റിച്ചിങ് ഷോപ്പിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും നൈറ്റിയൊക്കെ ചെയ്യാനായിട്ട്. അതിനുശേഷം ഇങ്ങനെ വിടർത്തി ഇതേ നോക്ക്, കൃത്യമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ട, നല്ല രീതിയിൽ. ഇനി നമുക്ക് ഷേപ്പൊക്കെ അടയാളപ്പെടുത്താം. നന്നായിട്ട് ഇതുപോലെ ഇടണം. നന്നായിട്ട് ഇട്ടിട്ട് കാണിച്ചാൽ മതി. ഇനി നിങ്ങൾ ഇത് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ സ്ലീവ് റൗണ്ട് എന്ന് പറയുന്നത് 6.25, 12.5 12.5യുടെ പകുതി 6.25. അത് അപ്പുറത്തും ഇപ്പുറത്തോട്ടും അടയാളപ്പെടുത്തുക. ഇനി നമ്മൾ ഇവിടെയായിട്ട് വേറെ നൈറ്റിയിൽ നിന്ന് അടയാളപ്പെടുത്തിയതാണ്. 20 ഇവർക്ക് വേണ്ടത്, 40 ഇഞ്ചിൽ അടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇവിടെ 20. പിന്നെ ഈ ബോഡി ഷേപ്പിൻ്റെ അവിടെ ആയിട്ട് 19.5. അത് നമ്മളിവിടെ ഇങ്ങനെ 19.5 ഇങ്ങനെ ഷേപ്പ് ചെയ്ത് അതിന് ശേഷം നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഇവിടം വരെ ഷേപ്പ് ചെയ്യാവുള്ളൂ. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫ്ലെയർ ആയിട്ട് കിടക്കണം, അറ്റത്തോട്ട് അങ്ങ് ഷേപ്പ് ചെയ്യണ്ട. ഇവിടം വരെ നമ്മൾ ഷേപ്പ് ചെയ്താൽ മതി. അതിന് ശേഷം ഷേപ്പ് ചെയ്തടിക്കാം. ഇത്രയേ ഉള്ളൂ. നൈറ്റ് ഷേപ്പിങ്ങും ഓർഡർ ചെയ്യുന്നതൊക്കെ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാമല്ലോ. പിന്നെ നമുക്ക് ലെങ്തൊക്കെ എത്രമാത്രം ഉണ്ടെന്ന് നോക്കിയിട്ട് അത് പിന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഞാൻ അടിച്ചിട്ട് കാണിക്കാവേ. നോക്ക്, ഷോൾഡറൊക്കെ കറക്റ്റായിട്ട്
കൈയൊക്കെ ചെറുതാക്കി ഇങ്ങനെ ഷേപ്പൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തന്നെ ചെയ്തേക്ക്. സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോ, ഞാൻ എന്ത് വേണേലും കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ മറുപടി തരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.